നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജൂൺ 5 മുതൽ ജൂൺ 10 വരെ കേരളത്തിലെ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുമായിട്ട് ഓൺലൈൻ രീതിയിൽ ആദ്യമായി നടക്കുന്നു. കേരളത്തിലെ ഏതാണ്ട് 12ഓളം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ബിടെക് പ്രോഗ്രാമുകളും 31ഓളം അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും 125ഓളം സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടുമുള്ള ബിടെക് പ്രോഗ്രാമുകളിലോട്ടാണ് ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം റാങ്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ വർഷം മുതൽ ആദ്യമായി ഓൺലൈൻ രീതിയിൽ നടക്കുന്ന ഈ എൻട്രൻസ് എക്സാമിൽ ജൂൺ 20 എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ലഭിച്ച സ്കോർ പബ്ലിഷ് ചെയ്യുകയും അതിനുശേഷം 2024 വിവിധ ബോർഡ് എക്സാമുകൾ എഴുതിയ വിദ്യാർത്ഥികൾക്ക് 24, 23 ഏത് വർഷമാണോ എഴുതിയത് ആ വർഷത്തെ അനുസരിച്ച് +2 മാർക്കും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ജൂലൈ 20 മുമ്പാണ് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനത്തോടൊപ്പം തന്നെ കേരളത്തിലെ ബിഫാം പ്രവേശനത്തിനായിട്ടുള്ള പ്രവേശന പരീക്ഷയും ഇതോടൊപ്പം തന്നെ നടക്കുന്നു. കീം 2024 അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, എഞ്ചിനീയറിംഗും ബിഫാമും ഓപ്റ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 5 മുതൽ 9 വരെ നടക്കുന്ന ഓൺലൈൻ എക്സാമിൽ ഒരു എക്സാം മാത്രം എഴുതിയാൽ മതിയാകും. അതിലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് ഇക്വലൈസ് ചെയ്തുകൊണ്ട് ബിഫാം റാങ്ക് ലിസ്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ റാങ്കും +2 മാർക്കും കൂടെ പരിഗണിച്ചുകൊണ്ട് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. കീം 2024 ഓൺലൈൻ അപ്ലൈ ചെയ്തപ്പോൾ ബിഫാം എന്ന് മാത്രം സെലക്ട് ചെയ്തവർക്ക് ജൂൺ 10 ആയിരിക്കും പ്രവേശന പരീക്ഷ. ജൂൺ 5 മുതൽ 10 വരെ മറ്റ് പല പ്രധാന പ്രവേശന പരീക്ഷകളും നടക്കുന്നതിനാൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓൺലൈൻ രീതിയിൽ ആരംഭിക്കുന്നത്. അതിനാൽ അഡ്മിറ്റ് കാർഡുകൾ എല്ലാവരും ഒരിക്കൽ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ദിവസത്തെ ഷെഡ്യൂൾ പ്രകാരം രാവിലെയായിരുന്നു എക്സാമെങ്കിൽ വിവിധ പ്രവേശന പരീക്ഷകൾ കൂടി കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് പുതിയ സമയക്രമം എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിക്കുകയും പുതിയ അഡ്മിറ്റ് കാർഡ് എല്ലാ കുട്ടികൾക്കും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് കുട്ടികൾ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. കളർ പ്രിൻ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഒരു A4 സൈസിൽ പോർട്രേറ്റ് രൂപത്തിലാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. 5 മുതൽ 9 വരെ നടക്കുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉച്ച കഴിഞ്ഞിട്ട് 2 മുതൽ 5 മണി വരെയാണ്. 150 ചോദ്യങ്ങളിൽ ഓൺലൈൻ എക്സാം ക്രമീകരിച്ചിരിക്കുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ഒരു മോക്ക് ടെസ്റ്റ്, ആദ്യമായിട്ട് ഓൺലൈൻ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കായിട്ട് ഒരു മോക്ക് ടെസ്റ്റും എക്സാം ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാൻഡിഡേറ്റ് പ്രൊഫൈൽ പേജിലാണ് നമുക്ക് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഫോട്ടോയും സിഗ്നേച്ചറും ഏതെങ്കിലും കാരണവശാൽ ഡിഫക്റ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അവ അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്കിൽ അഡ്മിറ്റ് കാർഡിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID പ്രൂഫും എക്സാം ഹാളിൽ നാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ഫോട്ടോയുള്ളത്, അതുപോലെ തന്നെ 12th ബോർഡ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ്, ആധാർ കാർഡ് വിത്ത് ഫോട്ടോ കാർഡ്, വോട്ടേഴ്സ് ID, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ ഒറിജിനലാണ് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. കീം 2024 അഡ്മിറ്റ് കാർഡിൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും ഓൾറെഡി അപ്ലോഡഡ് ആണ്. പുതിയ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല. റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, അഡ്രസ്സ്, ഏതൊക്കെ വിഷയത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗും ബിഫാമിനും പരീക്ഷയുള്ളവർക്ക് 5 മുതൽ 9 വരെയാണ് എക്സാം. ബിഫാം മാത്രമാണെങ്കിൽ 10 എക്സാം. അതുപോലെ എക്സാം സെൻറ്ററിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ എക്സാം സെൻറ്ററിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് 2 മുതൽ 5 മണി വരെ നടക്കുന്ന എക്സാമിൽ 1:30 ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം. 1:30 ശേഷം ഒരു കാരണവശാലും എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയില്ല. പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജുകളുടെയൊക്കെ ലാബുകളാണ് ഓൺലൈൻ എക്സാം സെൻറ്ററിനായി വിനിയോഗിച്ചിരിക്കുന്നത്. എക്സാം സെൻറ്ററും അതിൻ്റെ കൃത്യമായ അഡ്രസ്സും തന്നിട്ടുണ്ടാകും. ഡേറ്റ് ഓഫ് എക്സാം നിങ്ങൾ ശ്രദ്ധിക്കണം. 5, 6, 7, 8, 9 തീയതികളിലായിരിക്കും എക്സാം. അതിൽ നിങ്ങളുടെ ഡേറ്റ് ക്ലിയറായി മനസ്സിലാക്കണം.
എക്സാം റിപ്പോർട്ടിംഗ് ടൈം 11:30 എക്സാം സെൻറ്റർ ഓപ്പൺ ചെയ്യും, 1:30 ക്ലോസ് ചെയ്യും. ഈ സമയത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒറിജിനൽ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫുമായിട്ടാണ് എക്സാം ഹാളിൽ പ്രവേശിക്കേണ്ടത്. എക്സാം ടൈം 2 മുതൽ 5 മണി വരെ ആയിരിക്കും. അഡ്മിറ്റ് കാർഡിലൂടെ വാലിഡ് ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഒരു കാരണവശാലും 1:30 ശേഷം എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയില്ല. ഓരോ കാൻഡിഡേറ്റിനെയും അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ബയോമെട്രിക് വെരിഫിക്കേഷനും ശേഷമായിരിക്കും എക്സാം സെൻറ്ററിലേക്ക് കടത്തിവിടുന്നത്. ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ വാച്ചുകളോ ഒന്നും നമുക്ക് ധരിക്കാനാവുകയില്ല. നമുക്ക് റഫ് വർക്ക് ചെയ്യാൻ ആവശ്യമായ അഡീഷണൽ ഷീറ്റുകൾ എക്സാം സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അത് റഫ് വർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള പേന നമ്മൾ കരുതിയിരിക്കണം. ഓരോ അഡീഷണൽ ഷീറ്റിൻ്റെ മുകളിലും നമ്മളുടെ റോൾ നമ്പർ രേഖപ്പെടുത്തുകയും ചെയ്യണം. എക്സാമിന് ശേഷം നമ്മൾ റഫ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച അഡീഷണൽ ഷീറ്റ് എക്സാം സെൻറ്ററിൽ തന്നെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ID പ്രൂഫും അതുപോലെ അഡ്മിറ്റ് കാർഡുമായി തിരികെ എക്സാം സെൻറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എക്സാം സെൻറ്ററിലോട്ട് പുറപ്പെടുമ്പോൾ അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ്, ഒരു പേന എന്നിവയാണ് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ. ജൂൺ 5 മുതൽ ജൂൺ 9 വരെ നടക്കുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് +2-ന് 50% മാർക്കും അതോടൊപ്പം തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയത്തിന് മുഴുവനായിട്ടും 10 മാർക്കെങ്കിലും കിട്ടിയ കുട്ടികളായിരിക്കും കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. OBC, SC, ST വിഭാഗങ്ങൾക്ക് +2-ൻ്റെ മാർക്കിൽ മിനിമം കട്ട് ഓഫിൽ വെയിറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ സബ്ജക്റ്റുകൾക്ക് പ്രത്യേക കട്ട് ഓഫ് ഇല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയം ഉൾപ്പെടുന്ന 150 ചോദ്യങ്ങളിൽ നിന്നും 10 മാർക്കെങ്കിലും കിട്ടുന്ന കുട്ടികളെല്ലാം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ 12ഓളം വരുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും 31 അർദ്ധ സർക്കാർ കോളേജുകളിലും 125 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലുമായിട്ട് 53 BTech പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് പ്രവേശനം കാത്തിരിക്കുന്നത്. ജൂൺ 20 സ്കോർ പബ്ലിഷ് ചെയ്യുകയും ജൂലൈ 20 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് ഓർഡർ നൽകാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗിലെയും അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗിലെയും സ്വകാര്യ എഞ്ചിനീയറിംഗിലെയും നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പുതിയ തരത്തിലുള്ള ഏറ്റവും സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകൾ അടക്കം നമുക്ക് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുത്തായിട്ടാണ് നമുക്ക് ഓരോ കോളേജുകളിലും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 9,000 രൂപയും അർദ്ധ സർക്കാർ കോളേജുകളിൽ 35,000 രൂപയുടെയും 60,000 രൂപയുടെ ഫീസും സ്വകാര്യ എഞ്ചിനീയറിംഗിൽ 70,000 രൂപയുടെയും BTech സീറ്റുകളാണ് നിലവിലുള്ളത്. 150ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതിൽ ഗവൺമെൻറ് മേഖലയിലും അർദ്ധ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള BTech പ്രോഗ്രാമുകൾ, 53ഓളം കോഴ്സുകൾ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഏറ്റവും നല്ല പ്രോഗ്രാമുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും നന്നായി നെഗറ്റീവ് മാർക്കിങ്ങൾ ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതുക. അതിലൂടെ തന്നെ ഈ വരുന്ന അധ്യയന വർഷത്തിൽ ഈ മേഖലയിലെ ഏറ്റവും നല്ലൊരു BTech പ്രോഗ്രാമിൽ നിങ്ങളുടെ ഭാവി ശോഭനമാക്കുക. എൻ്റെ ബ്രില്യൻ ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ടാകും. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.